ഹായ് ഓൾ, നമ്മളിന്ന് പുതിയൊരു ക്വസ്റ്റ്യൻ, ഒരു ലീഡ് കോഡ് ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സ്മോളസ്റ്റ് ഈവൻ മൾട്ടിപ്പിൾ. ഓക്കെ, ഗിവൺ എ പോസിറ്റീവ് ഇൻറ്റിജർ n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നിട്ടുണ്ട്. റിട്ടേൺ ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. റിട്ടേൺ ചെയ്യേണ്ട എന്താണ്? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 2 and n, ബോത്ത് 2 and 10. ഓക്കെ, അതായത് ഗിവൻ എസ് പോസിറ്റീവ് ഇൻറ്റിജർ, നമുക്കൊരു പോസിറ്റീവ് ഇൻറ്റിജർ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതൊക്കെയാ? 5 തന്നിട്ടുണ്ട്, അതുപോലെ 6 തന്നിട്ടുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ ആയിട്ടാണ് പോസിറ്റീവ് ഇൻറ്റിജർ. റിട്ടേൺ ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 2 and 10. അപ്പം ഇതിന്റെ മൾട്ടിപ്പിൾസ്, 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 5, 10, 15, 20, 25, 30 അങ്ങനെ പോകും. ഇതാണ് 5ന്റെ മൾട്ടിപ്പിൾസ്. 6ന്റെ മൾട്ടിപ്പിൾസോ? 6, 12, 18, 24, 30, 36 അങ്ങനെ. അപ്പൊ ഇത് രണ്ട് ടെസ്റ്റ് കേസസ് ആണ് കേട്ടോ. അപ്പോൾ 5ന്റെ ടെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. എന്നിട്ട് റിട്ടേൺ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പൊ ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 2 and 10. 5 ഏറ്റവും സ്മോളസ്റ്റ്. ഇത് മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 2 and 10. എന്നിന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം, കാരണം 5/5 പറ്റും. പക്ഷെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ സംഖ്യേനെ? പറ്റില്ല. അപ്പൊ ഇതല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 2 കൊണ്ട് പറ്റുമോ? പറ്റും. അപ്പം ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കണം. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുന്നു. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തിട്ട് ആ ടേബിളിന്റെ നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 0 ആണെങ്കിൽ അതാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതായത് 6, 12, 18 ഇതാണ് എൻ്റെ എക്സാമ്പിൾ. അതിൽ ഞാൻ 6 എടുക്കുന്നു, സ്മോളസ്റ്റ് ഇൻറ്റിജർ 6 എടുക്കുന്നു. 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ടും പറ്റും. ഇത് തന്നെയാണ്. 6 കൊണ്ടും പറ്റും, 6 പറ്റും. ഏറ്റവും സ്മോളസ്റ്റ് ഏത് തന്നെയാണ്? 6 തന്നെയാണ്. ഓക്കെ ആണല്ലോ. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇതിന്റെ കോഡ് നോക്കാം. എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ 5ന്റെ ടേബിളാണ് എടുക്കുന്നെങ്കിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങനെ 4i in റേഞ്ച്. എവിടം വരെ പോകേണ്ടത്? എനിക്ക് 1 to n+1. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എനിക്ക് ഇവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം നമുക്ക് എവിടം വരെ നോക്കണം എന്നറിയില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇനി ഒന്ന് കമന്റ് ചെയ്തിടാണ്. അതുകൊണ്ട് നോക്കാണ്. എനിക്ക് എന്താ വേണ്ടത്? അതായത് ഈ ടേബിള്, അപ്പം 5ന്റെ ടേബിൾ എങ്ങനെ? 5, 10, 15, 20 അങ്ങനെയൊക്കെ വരുന്നു. ഈ നമ്പർ എന്താ 0 = 0 ആണോ നോക്കും. 0 ആണെങ്കിൽ, അതായത് n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ 0 ആണെങ്കിൽ എന്താ? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. 0 അല്ല എങ്കിൽ എന്തായിരിക്കും? 0 അല്ലെങ്കിൽ എന്തായിരിക്കും? അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ നമ്പേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് നമ്പേഴ്സ് എങ്ങനെയാ വരിക? നമ്പേഴ്സ് എങ്ങനെയാണ്? 1, 2, 3, 4. അതായത് ഓഡ് നമ്പർ, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഓഡ് നമ്പർ, ഈവൻ നമ്പർ. ഓഡ് നമ്പർ, ഈവൻ നമ്പർ. അതില് ഈവൻ നമ്പറിന്റെ ടേബിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ തന്നെ എന്താ? ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പം ഇഫ് നമ്മൾ എടുക്കുന്ന n ഡിവൈഡഡ് ബൈ 2 0 ആണെങ്കിൽ, അതായത് നമ്മൾ എടുക്കുന്ന n ഈവൻ നമ്പർ ആണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്തെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? n തന്നെയാണ്. n എടുക്കുന്നത് മനസ്സിലായി? n എന്നുള്ളത് ഈവൻ നമ്പർ ആണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് n തന്നെയാണ്. അല്ല എങ്കിൽ എന്തായിരിക്കും? നമ്മൾ 3ന്റെ ടേബിൾ എടുക്കുമ്പം
6 5ന് എടുക്കുമ്പോൾ 10 അതായത് രണ്ടാമത്തെ കാരണം ഇൻറ്റു 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ലേ n+1 ആയിരിക്കും സോറി n×2 ആയിരിക്കും രണ്ടാമത്തെ അപ്പം അതായത് എന്നാല് നമ്മൾ സംഖ്യ അതായത് റിട്ടേൺ ചെയ്യേണ്ട n ആണ് റിട്ടേൺ n ഇഫ് എൻ്റെ റിമൈൻഡർ 0 ആണ് അല്ല എങ്കിൽ 0 അല്ല എങ്കിൽ എന്താ ഓക്കെ അല്ല എങ്കിൽ റിട്ടേൺ ചെയ്ത എന്താ n×2 അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് n×2 ഞാൻ ഇതൊന്ന് റൺ ചെയ്യിക്കട്ടെ okay it's accepted